ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ലെങ്ത് ഓഫ് എ കോഡ് എന്ന് പറഞ്ഞത്. സോ മെയിനായിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഫസ്റ്റ് ഒരു കോഡിൻ്റെ ലെങ്ത് കാണുന്നതും സെക്കൻഡ് വൺ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസും. സ്ഥിരമായിട്ട് നമ്മുടെ പേപ്പറിൽ കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ലെങ്ത് ഓഫ് എ കോഡിൽ. സോ എങ്ങനെ നമുക്കൊരു കോഡിൻ്റെ ലെങ്ത് കാണാം എന്ന് നോക്കാം. സോ ഇവിടെ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ ആണ് ഒ. അതുപോലെ തന്നെ എ ബി എന്നത് നമ്മുടെ സർക്കിളിലെ ഒരു കോഡാണ്. ഈ കോഡ് നമ്മുടെ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ എ ഒയും ബി ഒയും നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ നമ്മൾ ഈ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എ ബി എന്ന് പറഞ്ഞ കോഡിലേക്ക് നമ്മളൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഇവിടെ ട്രയാങ്കിൾ എ ബി ഒ എന്നുള്ളത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. കാരണം എ ഒയും ഒ ബിയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. സോ നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പം എ ബിനെ നമ്മൾ ആ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും. അതായത് എ പിയും പി ബിയും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ എ ഒ പിയും ആംഗിൾ ബി ഒ പിയും ഈക്വൽ ആയിരിക്കും. തീറ്റയായ നമ്മൾ ആംഗിൾ തീറ്റ ബൈ ടു എന്ന രീതിയിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യും. സോ നമ്മൾ ആദ്യം എ പിയും ബി പിയും ഈക്വൽ ആണ്. നമ്മൾ ഈ ട്രയാങ്കിൾ എ പി ഒ നമ്മളൊന്ന് മാറ്റി വരയ്ക്കും. സോ ഇവിടെ എ പി ഒയിൽ എ ഒ എന്ന് പറഞ്ഞാൽ നമ്മളെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. പി പെർപെൻഡിക്കുലർ ആണ്. സോ അതുപോലെ തന്നെ ആംഗിൾ എ ഒ പി എന്ന് പറയുന്നത് തീറ്റ ബൈ ടു ആണ്. സോ നമ്മൾ സൈൻ തീറ്റ ബൈ ടു എടുക്കും. സൈൻ എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇവിടുത്തെ ഓപ്പോസിറ്റ് തീറ്റ ബൈ ടുയുടെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് എ പി ആണ്. നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ടന്യൂസ് എ ഒ ആണ്. സോ സൈൻ തീറ്റ ബൈ ടു എന്ന് പറയുന്നത് എ പി ഡിവൈഡ് ബൈ എ ഒ എന്ന് വരും. സോ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം എ പി ഈസ് ഈക്വൽ ടു എ ഒ ഇൻറ്റു സൈൻ തീറ്റ ബൈ ടു എന്ന് എഴുതും. സോ നമുക്കറിയാം എ ഒയുടെ വാല്യൂ 6 ആണ്. അതായത് നമ്മുടെ ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എ ഒ. സോ നമുക്ക് എ പിനെ ആർ സൈൻ തീറ്റ ബൈ ടു എന്ന് എഴുതും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ ബി എന്ന് പറഞ്ഞ കോഡിനെ പി ഒ എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും. അങ്ങനെ ബൈസെക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോഡിൻ്റെ ലെങ്ത് എ ബിനെ നമുക്ക് 2 ടൈംസ് ഓഫ് എ പി എന്ന് എഴുതാം. സോ നമ്മുടെ കോഡ് ലെങ്ത് ആയിട്ടുള്ള എ ബി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് എ പി ആണ്. നമ്മുടെ എ പി അതായത് എ പി എന്ന് പറഞ്ഞ ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആർ സൈൻ തീറ്റ ബൈ ടു ആണ്. സോ നമ്മുടെ കോഡ് ലെങ്ത് എ ബിനെ ലെങ്ത് ഓഫ് എ കോഡ് അതായത് കോഡിൻ്റെ ലെങ്ത്തിനെ നമുക്ക് 2r സൈൻ തീറ്റ ബൈ ടു എന്ന് എഴുതാം. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. ശ്രദ്ധിക്കണം, തീറ്റ സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമ്മുടെ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ. നെക്സ്റ്റ് ഒരു ടൈപ്പാണ് നമ്മുടെ കോഡിൻ്റെ ലെങ്ത് തന്നെ മറ്റൊരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഇവിടെ കോഡ് എ ബി ആണ്. എ ബി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് സി. സോ ആംഗിൾ എ പി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഡായിട്ടുള്ള എ ബി സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ആയിരിക്കും. സോ അത് നമ്മൾ സി എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ഡയഗ്രത്തിനെ നമ്മളൊന്ന് മാറ്റി വരയ്ക്കും. എങ്ങനെയാ വെച്ചാൽ എ ബി എന്നീ പോയിന്റ്സിനെ നമ്മൾ സർക്കിളിലെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യും. സോ എ ഡി ബി എന്ന് പറഞ്ഞാൽ സി ആണെങ്കിൽ എ ഒ ബി എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് സി ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മൾ സർക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡ് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അതേ കോഡ് സർക്കിളിലെ മറ്റേതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ 2 ടൈംസ് ആണ്. സോ നമുക്ക് ആംഗിൾ എ ഒ ബി എന്ന് പറഞ്ഞാൽ 2C എന്ന് നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എ ബി കണ്ടുപിടിക്കുന്നത്, അതായത് കോഡ് ലെങ്ത് ആയിട്ടുള്ള എ ബി കണ്ടുപിടിക്കുന്നത് നമ്മുടെ കയ്യിൽ 2r സൈൻ തീറ്റ ബൈ ടു എന്നുള്ള ആംഗിൾ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഡ് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. സോ ഇവിടെ നമ്മുടെ തീറ്റയുടെ വാല്യൂ 2C ആണ്. സോ നമ്മൾ ആ വാല്യൂ പുട്ട് ചെയ്യും. സോ എ ബി ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 2C ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. സോ സൈനിൻ്റെ ഉള്ളിലെ 2ഉം 2ഉം ക്യാൻസൽ ഔട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? എ ബിയുടെ വാല്യൂ, എ ബി എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത്ത് 2r സൈൻ സി എന്ന് കിട്ടും. സോ നമ്മുടെ കോഡിൻ്റെ ലെങ്ത്താണ് 2r സൈൻ സി എന്ന് പറഞ്ഞത്. ഇവിടെ ശ്രദ്ധിക്കുക, സി എന്ന് പറഞ്ഞ ആംഗിൾ നമ്മുടെ കോഡ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കിയ ആംഗിളാണ്. സർക്കിളിലെ സെൻട്രലല്ല, സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കിയ ആംഗിളാണ്. 6 സർക്കിളിൻ്റെ റേഡിയസ് ആണ്.
സി എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ആംഗിളാണ്. സോ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഒരു സർക്കിളിൻ്റെ കോഡ് കണ്ടുപിടിക്കുന്ന 2 ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻസ് എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കുന്നു എന്നതിനെ ബന്ധിപ്പിച്ചിരിക്കും. സപ്പോസ് കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ AB ഇസ് ഈക്വൽ ടു 2r sin θ/2 ആണ്. അവിടെ തീറ്റ സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. സപ്പോസ് ആ ഒരു കോഡ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കിയ ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ ആയിട്ടുള്ള AB ഇസ് ഈക്വൽ ടു 2r sin C എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഇവിടെ C എന്നുള്ളത് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ് നമ്മുടെ കോഡ്. സോ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 90% ക്വസ്റ്റ്യൻസും ഒന്നെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 2025-26 എന്നുള്ള പാറ്റേണിൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണിത്. സോ നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കൊരു കോഡ് ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ അവർ ഉണ്ടാക്കുന്ന ആംഗിൾ AOBയുടെ വാല്യൂ 70 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ sin 35യുടെ വാല്യൂ 0.57 എന്നും തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയൊരു വാല്യൂ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഇക്വേഷനിൽ ആ വാല്യൂ കൊടുത്തിട്ട് ഒരു ഡെസിമൽ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സോ ഇവിടെ സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AB ഇസ് ഈക്വൽ ടു 2r sin θ/2 ആണ്. സോ ഇതായിരിക്കും നമ്മുടെ ഡയഗ്രാം വരിക. AB എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ആംഗിൾ സബ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളാണ് ആംഗിൾ AOB എന്ന് പറഞ്ഞത്. ഈ AOBയുടെ വാല്യൂ 70 ഡിഗ്രി ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്തു. സോ റേഡിയസ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. AOB സർക്കിൾ നമ്മുടെ കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ ലെങ്ത് ഓഫ് എ കോഡ്, നമ്മുടെ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ AB ഇസ് ഈക്വൽ ടു 2r sin θ/2 ആണ്. സോ ഒന്നും കൂടെ പറയുകയാണ്, എന്തുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയിരുന്ന ആംഗിളാണ്. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ റേഡിയസിൻ്റെ വാല്യൂ 5 സെൻറ്റിമീറ്റർ ആണ്, തീറ്റയുടെ വാല്യൂ 70 ഡിഗ്രി ആണ്. സോ 2 × 5 × sin 70/2 എന്ന് വരും. ദാറ്റ് ഈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 × sin 35. കഴിയുന്നതും മാക്സിമം ലാസ്റ്റിൽ നമ്മൾ സൈന് അതുപോലെ തന്നെ ഡെസിമൽസിൻ്റെ ഒക്കെ വാല്യൂസ് നമ്മൾ പുട്ട് ചെയ്യാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വാല്യൂസിൽ വ്യത്യാസം വരും. സോ മാക്സിമം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുക. സോ ലാസ്റ്റ് നമ്മൾ sin 35യുടെ വാല്യൂ 0.57 ആണ്. സോ 10 × 0.57 എന്ന് വരും. നമ്മുടെ കോഡായിട്ടുള്ള ABയുടെ കോഡ് ലെങ്ത് 5.7 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ ഒന്നും കൂടെ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഇക്വേഷൻ AB ഇസ് ഈക്വൽ ടു 2r sin θ/2 എന്തുകൊണ്ട് അപ്ലൈ ചെയ്യുന്നു? നമുക്ക് തന്നിരിക്കുന്ന കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് AOB, അതുകൊണ്ടാണ് θ/2 എന്നുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു കോഡ് ഉണ്ട്. ആ കോഡ് 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കുന്നുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഡിൻ്റെ ലെങ്ത് എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. AB എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററായിട്ട് Oയിൽ AOB എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. AOB എന്ന് പറഞ്ഞ ആംഗിൾ 60 ഡിഗ്രി ആണ്. അതുപോലെ തന്നെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. സോ AOB എന്ന് പറഞ്ഞാൽ കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. ശ്രദ്ധിക്കുക, കോഡ് സർക്കിളിൻ്റെ സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിളാണ്. സോ ഈ ഒരു ആംഗിളിൻ്റെ അല്ലെങ്കിൽ ഇത് സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ ഏതാണ് ചൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത് AB ഇസ് ഈക്വൽ ടു 2r sin θ/2. സോ എന്തുകൊണ്ട്? കോഡ് സർക്കിളിൻ്റെ സെൻട്രലാണ് ആംഗിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യും. റേഡിയസ് 10 ആണ്, തീറ്റയുടെ വാല്യൂ 60 ആണ്. സോ നമ്മൾ വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ ABയുടെ വാല്യൂ നമുക്ക് 2 × 10 × sin 60/2 എന്ന് വരും. ദാറ്റ് ഈസ് 20 × sin 30. നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് sin 35ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് sin 30ൻ്റെ വാല്യൂ തന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്, കുറച്ച് വാല്യൂസ് ഉണ്ട് സൈനിൻ, കോസ്, ടാനിൻ്റെ 0, 30, 45, 60, 90. ഈ 5 വാല്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ബേസിക് ആയിട്ടുള്ള വാല്യൂസ് ആണ്, അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് sin 30ൻ്റെ വാല്യൂ തരാത്തത്. സോ sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ അതുകൊണ്ട് നമ്മൾ ആ വാല്യൂ നമുക്ക് അറിയണം, അറിഞ്ഞ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 20 × 1/2 വരും. ദാറ്റ് ഈസ്
10 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഈ തന്നിരിക്കുന്ന AB എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് വരുന്നത്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത് 3 ചാപ്റ്റേഴ്സിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് സർക്കിൾസിൻ്റെ പ്രോപ്പർട്ടി വരുന്നുണ്ട്, ടാൻജൻസിൻ്റെ പ്രോപ്പർട്ടി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രിഗണോമെട്രിയുടെ ലെങ്ത് ഓഫ് എ കോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെയും പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം 3 ചാപ്റ്റേഴ്സും ക്ലബ് ചെയ്യുന്നുണ്ട്. സോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഫിഗറിൽ AC എന്ന് പറഞ്ഞ ടാൻജൻ്റ് ഉണ്ട്, AB എന്നൊരു കോഡ് ഉണ്ട്. ആ കോഡിലെ A എന്ന പോയിന്റിലുള്ള ടാൻജൻ്റ് ആണ് AC, O സർക്കിളിൻ്റെ സെൻറ്ററാണ്. അതുപോലെ തന്നെ AC എന്ന് പറഞ്ഞ ടാൻജൻറ്റ് AB എന്ന് പറഞ്ഞ കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOBയുടെ വാല്യൂ കാണണം. അതുപോലെ തന്നെ നമുക്ക് AB എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്തും കാണണം. സൈൻ 50യുടെ വാല്യൂ 0.77 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ AB എന്ന് പറഞ്ഞ കോഡിനെ P എന്ന് പറഞ്ഞ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. സോ P എന്നത് സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് ആണ്. സോ നമുക്ക് അറിയുന്നൊരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ഒരു കോഡ് ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ കോഡ് സർക്കിളിലെ അതിൻ്റെ അൾട്ടർനേറ്റ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ AC എന്ന് പറഞ്ഞ കോഡ് ഉണ്ട്, AB എന്ന് പറഞ്ഞ ടാൻജൻറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 50 ഡിഗ്രി. ഈ കോഡ് AB എന്ന് പറഞ്ഞ കോഡ് അതിൻ്റെ അൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ APBയുടെ വാല്യൂ 50 ആയിരിക്കും. സോ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ടാൻജൻറ്റ് കോഡുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡ് നമ്മുടെ സർക്കിളിലെ അൾട്ടർനേറ്റ് സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ APBയുടെ വാല്യൂ ആംഗിൾ CABയുടെ വാല്യൂ ഈക്വൽ ആണ്. ആ വാല്യൂ 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ APBയുടെ വാല്യൂ 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOBയുടെ വാല്യൂ എന്തായിരിക്കും? ആംഗിൾ AOBയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ APBയുടെ ട്വൈസ് ആയിരിക്കും. എന്തുകൊണ്ട്? ഒരു കോഡ് സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ അതേ കോഡ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ 2 ടൈംസ് ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ APB 50 ആണെങ്കിൽ ആംഗിൾ AOBയുടെ വാല്യൂ 2 ടൈംസ് ഓഫ് ആംഗിൾ APB ആയിരിക്കും. അതായത് 2 × 50 100 ഡിഗ്രി ആയിരിക്കും നമ്മുടെ ആംഗിൾ AOB എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ വാല്യൂ. നെക്സ്റ്റ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് AB എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ ആംഗിൾ APB കോഡ് സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഡിയസ് 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ആംഗിൾ C അതായത് കോഡ് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ സിയുടെ വാല്യൂ 50 ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷനാണ് AB = 2R sin C. എന്തുകൊണ്ട് നമ്മൾ θ/2 അപ്ലൈ ചെയ്യുന്നില്ല? സോ കാരണം നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ട് കോഡ് സർക്കിളിൽ ഏതെങ്കിലും പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട്. സോ ആംഗിൾ തന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് sin C അതായത് കോഡും സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ അപ്ലൈ ചെയ്തതാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കോഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഉണ്ട്. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇതേ വാല്യൂയിലേക്ക് നമ്മൾ ഫൈനലി എത്തുക. സോ നമ്മൾ സിയുടെ വാല്യൂ റേഡിയസിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ 2 × Rൻ്റെ വാല്യൂ 20 ആണ്. sin C കോഡ് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ വാല്യൂ 50 ഡിഗ്രിയാണ് നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2 × 20 × 0.77 എന്ന് വരും. കാരണം sin 50യുടെ വാല്യൂ 0.77 ആണ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോർമലി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടെൻസ് ഉണ്ടെങ്കിൽ ഡെസിമൽസ് വരെ മൾട്ടിപ്ലൈ ചെയ്യും, ഡെസിമൽസിൻ്റെ പോയിൻറ്റ്സ് ഒഴിവാക്കും. സോ ഇവിടെ 10 ആണുള്ളത്, 7.7 × 4 വരും. ദാറ്റ് ഈസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30.8 വരും. കാരണം 7 × 4 28 വരും, 8 അവിടെ ചെയ്തും ബാക്കി 2 ഉണ്ടാവും. 7 × 4 28 ബാക്കിയുള്ള 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30.8 എന്ന് വരും. സോ നമ്മുടെ കോഡായിട്ടുള്ള ABയുടെ ലെങ്ത് 30.8 എന്ന് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൽ ഒരു ആംഗിൾ എയുടെ വാല്യൂ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ BC എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഈ സർക്കിളിൻ്റെ റേഡിയസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ നമുക്ക് റേഡിയസ് കാണാം? BAC 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
സോ ബി എ സി ശ്രദ്ധിക്കുക, ബി എ സി എന്ന് പറഞ്ഞ ആംഗിള് ബി സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഏതോ ഒരു പോയിന്റിൽ ഉണ്ടാക്കിയിട്ടുള്ള ആംഗിളാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബി സി ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ സി. എന്തുകൊണ്ടാണ്? സോ നമ്മുടെ ഇക്വേഷനാണത്. ഒരു കോഡ് സർക്കിളിലെ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ നമുക്ക് അറിയെങ്കിൽ, സോ നമ്മുടെ ആ ഒരു കോഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ബി സി ഈസ് ഈക്വൽ ടു 2r സൈൻ സി ആണ്. അങ്ങനെയാണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്കിവിടെ ആറിൻ്റെ വാല്യൂ അറിയില്ല, നമുക്ക് ബി സിയുടെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, സിയുടെ വാല്യൂ നമുക്ക് സി എന്ന് പറഞ്ഞ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് റേഡിയസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ബി സി 8 ആണെന്ന് നമുക്കറിയാം, സിയും തന്നിട്ടുണ്ട്. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ 30 എന്ന് വരും. സോ ദാറ്റ് ഈസ് 8 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ ഇൻറ്റു സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. സോ നമ്മൾ ഇതിന് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 2ഉം 1/2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ആണ്, ക്യാൻസൽ ഔട്ട് ചെയ്യും. സോ ആറിൻ്റെ വാല്യൂ 8 സെൻറ്റിമീറ്റർ തരും. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു സർക്കിളിൻ്റെ റേഡിയസ് 8 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ട്രയാങ്കിൾ വന്നിട്ടുണ്ട്. ട്രയാങ്കിളിലെ 3 ആംഗിൾസ്, ആംഗിൾ എ ബി സി, 3 ആംഗിൾസിൻ്റെയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. എയുടെ വാല്യൂ 60 ഡിഗ്രിയാണ്, ബിയുടെ വാല്യൂ 70 ഡിഗ്രിയാണ്, സിയുടെ വാല്യൂ 50 ഡിഗ്രിയാണ്. 3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി 3 സൈഡ്സിൻ്റെയും റേഷ്യോ കണ്ടുപിടിക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കും. ഈ 3 വേർട്ടെക്സും സർക്കിളിലെ പോയിന്റ് ആവുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരയ്ക്കും, അതായത് സർക്കിൾ നമ്മൾ വരയ്ക്കും. സോ ഇനി സർക്കിളിലെ പോയിന്റ്സ് ആണ് എ ബി സി എന്ന് വരുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണെന്ന് അസ്യൂം ചെയ്യും, സർക്കം റേഡിയസ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സോ ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എ ബി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടാക്കിയ ആംഗിളാണ് സി, ആംഗിളാണല്ലോ. അങ്ങനെ അതുപോലെ തന്നെ ബി സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടാക്കിയ ആംഗിളാണ് എ. അതേപോലെ എ സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ് ബി ആയിട്ട് വരുന്നത്. സോ നമുക്ക് അങ്ങനെ കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ എ ബി, എ സി, ബി സി എന്നത് സർക്കിളിലെ 3 കോഡ്സ് ആണ്. സോ നമുക്ക് ആംഗിളും റേഡിയസും, ആംഗിൾ നമുക്കറിയാം, റേഡിയസിൻ്റെ വാല്യൂ ആറാം നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബി എന്ന് പറഞ്ഞ കോഡ് കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് 2r sin c എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സോ നമ്മളിവിടെ ആറ് നമ്മൾ അസ്യൂം ചെയ്താണ്. സി എന്ന് പറഞ്ഞത് എ ബി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൻ്റെ ഏതോ ഒരു പോയിന്റ് ആക്കിയ ആംഗിളാണ്. സോ ആ ആംഗിൾ ഇവിടെ 50 ഡിഗ്രിയാണ്. സോ നമുക്ക് എ ബിയുടെ വാല്യൂ 2r ഇൻറ്റു സൈൻ 50 എന്ന് കിട്ടും. സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും ഇത്. നെക്സ്റ്റ് ബി സി, ബി സിയുടെ ലെങ്ത് കാണണമെങ്കിൽ ബി സി 2r ഇൻറ്റു സൈൻ 60 എന്ന് വരും. എന്തുകൊണ്ടാണ് 60 വന്നു? 60 വരാനുള്ള കാരണം ബി സി എന്ന് പറഞ്ഞ കോഡ് നമ്മുടെ സർക്കിളിലെ ഏതോ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. സോ അതുകൊണ്ട് ബി സിയുടെ വാല്യൂ 2r സൈൻ 60 എന്ന് വരും. അതേപോലെ നമുക്ക് എ സി ഈസ് ഈക്വൽ ടു 2r സൈൻ 70 എന്ന് വരും. 70 ഉപയോഗിക്കാനുള്ള കാരണം എ സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് 70 ഡിഗ്രി. സോ എ ബിയുടെയും ബി സിയുടെയും എ സിയുടെയും വാല്യൂസ് നമുക്ക് കിട്ടി. എ ബി 2r സൈൻ 50 ആണ്, ബി സി 2r സൈൻ 60 ആണ്, അതുപോലെ തന്നെ എ സിയുടെ വാല്യൂ 2r സൈൻ 70 ആണ്. സോ 3 വാല്യൂസ് നമുക്ക് കിട്ടി. നമ്മളോട് ഇവരുടെ റേഷ്യോസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേഷ്യോസ് കാണുകയാണ് എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2r സൈൻ 50 ഈസ് ടു 2r സൈൻ 60 ഈസ് ടു 2r സൈൻ 70 ആണ്. ഇനി ഇവിടെ 2r 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 3 ടേംസിലും 2r ഉണ്ട്. സോ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ് നമ്മൾ സാധാരണ റേഷ്യോ റെപ്രസെൻറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് 2r 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 ക്യാൻസൽ ഔട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ എ ബി ഈസ് ടു ബി സി ഈസ് ടു എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ 50 ഈസ് ടു സൈൻ 60 ഈസ് ടു സൈൻ 70 എന്ന് വരും. സോ സിമ്പിളായിട്ട് നോക്കുക, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, അതിന് സർക്കിൾ ഉണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ കാണാൻ പറഞ്ഞാൽ ആ സൈഡ്സ് കോഡായിരിക്കണം. ആ കോഡ്സ് അതിൻ്റെ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിൾസിൻ്റെ സൈൻ വാല്യൂസിൻ്റെ റേഷ്യോസിന് ഈക്വൽ ആയിരിക്കും. സെയിം സാധനം വളരെ സിമ്പിളായി നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ പറയാം. ഇതൊരു തിയറമായിട്ട് വേണമെങ്കിൽ പഠിച്ചു വെക്കാവുന്നതാണ്, കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. നെക്സ്റ്റ് നമുക്കൊരു ഫിഗറിൽ ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. ആ സർക്കിളിൽ 3 പോയിന്റ്
വേർട്ടെക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. സോ ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിലെ 3 വേർട്ടെക്സും നമ്മുടെ സർക്കിളിലെ പോയിന്റ്സ് ആണ്. സോ നമ്മുടെ ഒരു കോഡ് BC എന്ന് പറഞ്ഞ ഒരു കോഡിൻ്റെ ലെങ്ത് 6 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആംഗിൾ ABC യും ആംഗിൾ ACB നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ABCയുടെ വാല്യൂ 55 ഡിഗ്രിയാണ്. ആംഗിൾ ACBയുടെ വാല്യൂ 50 ഡിഗ്രിയാണ്. നമ്മളോട് കണ്ടുപിടിക്കണം, നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഉണ്ട് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിലെ ബാക്കി 2 സൈഡ്സിൻ്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം BC, നമുക്ക് ആകെ BC എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലെങ്ത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. BC ഈസ് ഈക്വൽ 2R sin A. A എന്ന് പറഞ്ഞ ആംഗിൾ BC എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഏതോ ഒരു പോയിന്റിൽ ഉണ്ടാക്കിയ ആംഗിളാണ്. സോ പക്ഷെ നമുക്ക് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് A എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ വാല്യൂ നമുക്കറിയില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിലെ എല്ലാ ആംഗിൾസിൻ്റെയും കൂടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. നമുക്ക് 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കിട്ടണമെങ്കിൽ 180ന്ന് ബാക്കി 2 ആംഗിൾസിന് സം കുറച്ചാൽ മതി. സോ 180 മൈനസ് 50 പ്ലസ് 55 പ്ലസ് 50 വരും. അതായത് 180 മൈനസ് 105 വരും. സോ നമ്മുടെ A എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ വാല്യൂ 75 ഡിഗ്രി എന്ന് വരും. അങ്ങനെയാണ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാലോ. BCയുടെ വാല്യൂ നമുക്കറിയാം, A എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ വാല്യൂ 75 ആണെന്നറിയാം. സൈൻ 75 ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 6 is equal to 2R into sin 75 എന്ന് വരും. ദാറ്റ് ഈസ് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം 2R is equal to 6 divided by 0.97 എന്ന് വരും. സോ ഇവിടെ നമുക്ക് എന്താ 2R എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളിത് ഡിവൈഡ് ചെയ്യണം. സോ നമ്മൾ അടിയിൽ ഡിനോമിനേറ്ററിൽ ഡെസിമൽസ് ആണ് വരുന്നുള്ളത്. സോ നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മുകളിലേനും താഴെയും നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. സോ നമ്മൾ 600 ഡിവൈഡ് ബൈ 97 എന്ന് വരും. സോ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് ഡയമീറ്ററിൻ്റെ വാല്യൂ 6.19 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ നമുക്ക് ഡയമീറ്റർ 6.19 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ABൻ്റെയും ACൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇക്വേഷൻ, അതായത് ഒരു കോഡ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യും. ABയുടെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ 2R ഇൻറ്റു സൈൻ 50 ആയിരിക്കും. എന്തുകൊണ്ട് സൈൻ 50 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AB എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് 50. സോ അതുകൊണ്ടാണ് നമ്മൾ ABയുടെ വാല്യൂ 2R സൈൻ 50 എന്ന് പറയുന്നത്. സോ 2Rൻ്റെ വാല്യൂ ഓൾറെഡി 6.19 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 6.19 ഇൻറ്റു സൈൻ 50യുടെ വാല്യൂ 0.77 നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണത്. നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 4.7663 എന്ന് കിട്ടും. സോ നമുക്ക് നോർമലി നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 4.77 എന്ന് വരും. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പോയിൻറ്റ്സിനാണ് നമ്മൾ സാധാരണ റൗണ്ട് ഓഫ് ചെയ്തത്. അത് ഇവിടെ തേർഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സോ 5നേക്കാട്ടും കൂടുതലാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ ഡിജിറ്റിൽ 1 ആഡ് ചെയ്യും. 5നേക്കാട്ടും കുറവാണെങ്കിൽ നമ്മൾ അതേ നമ്പർ വെക്കുകയാണ് ചെയ്യുക. സോ 4.7663നെ നമുക്ക് 4.77 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ACൻ്റെ ലെങ്ത് കാണും. സോ AC എന്ന് പറഞ്ഞ കോഡ് സർക്കിളിലെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് 55 ഡിഗ്രി. സോ ACയുടെ ലെങ്ത് 2R ഇൻറ്റു സൈൻ 55 എന്ന് കിട്ടും. സോ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2R 6.19 ആണ്, സൈൻ 55ൻ്റെ വാല്യൂ 0.82 ആണ്. നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5.0758 എന്ന് വരും. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും, അത് 5.08 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രയാങ്കിളിൻ്റെ ബാക്കി 2 സൈഡ്സിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ സെൻറ്ററാണ് O. അതുപോലെ തന്നെ നമുക്ക് AB എന്ന് പറഞ്ഞ 2 കോഡ്സ് ഉണ്ട്. AB, AC, BC എന്ന് പറഞ്ഞ 3 കോഡ്സ് ഉണ്ട്. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററുമായിട്ട് B ജോയിൻ ചെയ്തിട്ടുണ്ട്, Cയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആംഗിൾ ABOയുടെ വാല്യൂ 30 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ ACOയുടെ വാല്യൂ 20 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് BCയുടെ ലെങ്ത് ആണ്. BC എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് ആണ്. ഇവിടെ റേഡിയസ് ആയിട്ടുള്ള OBയുടെ ലെങ്ത് 7 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
സോ നമ്മൾ അതിനുവേണ്ടി ആദ്യം ചെയ്യുക എന്താ വെച്ചാൽ നമ്മളെ സർക്കിളിൻ്റെ സെൻറ്ററിനെ എ എന്ന് പറഞ്ഞ പോയിന്റ് വരെ നമ്മൾ ജോയിൻ ചെയ്യും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ ഒ ബി ഒ സി ഒ ഇത് മൂന്നും നമ്മുടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ റേഡിയസ് ആയതുകൊണ്ട് നമ്മുടെ ട്രയാങ്കിൾ എ ബി ഒ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. കാരണം എ ഒയും ബി ഒയും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എ ഒയും ആംഗിൾ എ ബി ഒയും ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ ബി എ ഒയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്. അതേപോലെ ഇനി നമ്മൾ ട്രയാങ്കിൾ എ സി ഒ കൺസിഡർ ചെയ്യാണ്. ട്രയാങ്കിൾ എ സി ഒയിൽ എ ഒയും സി ഒയും സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംഗിൾ സി എ ഒയുടെ വാല്യൂ 20 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. സോ സി എ ഒയുടെ വാല്യൂ 20 ഡിഗ്രിയാണ്. ഇനി നമ്മുടെ ആംഗിൾ ബി എ സി എന്ന് പറഞ്ഞാൽ ബി എ ഒ പ്ലസ് സി എ ഒ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ബി എ സിയുടെ വാല്യൂ 30 + 20 50 ഡിഗ്രിയാണ് നമുക്ക് കിട്ടും. സോ നമുക്ക് ബി എ സിയുടെ വാല്യൂ 50 ഡിഗ്രി ആണെന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ബി സിയുടെ ലെങ്ത് കാണണം. ബി സി = 2r സൈൻ ആംഗിൾ ബി എ സി വരും. ബി എ സി വരുന്നത് എന്തുകൊണ്ടാണ്? ബി സി എന്ന് പറഞ്ഞ കോഡ് സർക്കിളിൽ ഒരു പോയിന്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ബി എ സി എന്ന് വരുന്നത്. സോ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് റേഡിയസ് 7 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ബി സി = 2 × 7 × 0.77 എന്ന് വരും. ദാറ്റ് ഈസ് 14 × 0.77. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10.78 എന്ന് കിട്ടും. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബി സി എന്ന് പറഞ്ഞ കോഡിൻ്റെ ലെങ്ത് 10.78 സെൻറ്റിമീറ്റർ ആയിരിക്കും.